ഇ ഡിയുടേത് കൂലിപ്പണിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. നോക്കൂ, ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കേസുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്ക് ആദ്യം മുതൽ തന്നെ ഉള്ളത്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ സേവനം നൽകാതെ പണം കൈപ്പറ്റിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകളായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കേസുണ്ട്, അത് അന്വേഷിക്കപ്പെടണം, അതിൻ്റെ വസ്തുതകൾ പുറത്തു വരികയും വേണം. ആ അർത്ഥത്തിൽ ഒരു കേസുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ നിലപാട്. ആ കേസിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് SFIOയുടെ അന്വേഷണമാണ്. SFIOയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 2 ഹർജികൾ കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും വന്നു. അതിൽ കർണാടക ഹൈക്കോടതിയാണ് ആദ്യം തന്നെ SFIയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് ഉത്തരവിട്ടത്. അതുകൊണ്ട് ആ വിധി പ്രസ്താവത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉന്നയിക്കാം. അവിടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള അരവിന്ദ് കാമത്താണ് അന്ന് യൂണിയൻ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം അവിടെ പറഞ്ഞത് SFIO തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നാണ്. ആദ്യത്തെ കണ്ടൻഷൻ എന്താണ് എക്സാലോജിക്കിൻ്റെ? ഒന്ന്, ROCയുടെ ഒരു അന്വേഷണം നടക്കുന്നു, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരും SFIO വരുമ്പോൾ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടൻഷനായി വന്നത്. അതിന് കാമത്ത് പറയുന്നൊരു കാര്യം, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ ഫ്രോഡാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേസിന് മറ്റൊരു സ്വഭാവം വന്നിരിക്കുന്നു. അതിന് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്? അതിനകത്ത് 3 കക്ഷികളുണ്ട്. ഒന്ന് CMRL, 2 KSIDC, 3 എക്സാലോജിക്ക്. 135 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 1,72,00,000 രൂപയുടെ അഴിമതി മാത്രമല്ല ഈ കേസ്, 135 കോടി രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. ആ അഴിമതിയെ സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അന്വേഷിക്കാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് SFIO തന്നെ അന്വേഷിക്കണം. എന്നിട്ട് അദ്ദേഹം SFIO എന്താണ് എന്ന് പറയുന്നുണ്ട്. SFIO എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ബോഡിയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് SFIO. ഇവിടെ ഇപ്പോൾ ഒരു കേസ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. പോലീസിന് CBIയിൽ നിന്നൊരു പേപ്പർ എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, നിസ്സാരമായി CBIക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ആ പേപ്പർ എടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസികൾക്കൊരു ഹയറാർക്കി ഉണ്ട്. SFIOയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല. മൾട്ടി ഡിസിപ്ലിനറി ബോഡി ആയതുകൊണ്ട് തന്നെ മൾട്ടി ഡിപ്പാർട്ട്മെൻ്റൽ കറസ്പോണ്ടൻസ് നടത്താൻ അവർക്ക് എളുപ്പമാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഏത് പേപ്പറും വിളിച്ചു വരുത്താനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസ് ആയതുകൊണ്ട് വലിയ അധികാരമുള്ളൊരു ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നാണ് അരവിന്ദ് കാമത്ത് പറഞ്ഞത്. അങ്ങനെയാണ് ഈ കർണാടക ഹൈക്കോടതി SFIOയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുകയും ചെയ്തത്. ഇനി SFIOയുടെ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? 212 ചട്ടപ്രകാരമാണ് SFIOയുടെ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ആ ചട്ടപ്രകാരം ഒരു പ്രധാനപ്പെട്ട വകുപ്പുണ്ട്, അത് 2-ാം വകുപ്പാണ്. ആ 2-ാം വകുപ്പ് ഇംഗ്ലീഷിലാണ്. അതിങ്ങനെ പറയുന്നു: വെയർ എനി കേസ് ഹാസ് ബീൻ അസൈൻഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ടു ദി SFIO ഫോർ ഇൻവെസ്റ്റിഗേഷൻ, നോ അതർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ പ്രൊസീഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ in such case, and in case any such investigation has already been initiated, it shall not be proceeded further. ഇത്രയേ ഉള്ളൂ. SFIO ഒരു കേസ് അന്വേഷിച്ച് തുടങ്ങിയാൽ 212(2) പ്രകാരം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയോ മറ്റേതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയോ ഒരു അന്വേഷണ ഏജൻസി പിന്നെ ആ കേസ് അന്വേഷിക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു കേസ് അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിർത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ വിവരങ്ങളും SFIOയ്ക്ക് കൈമാറണം. ഇതാണ് പ്രശ്നം. ഇവിടെ ED വരുമ്പോൾ ഇതിൻ്റെ ഒരു ലംഘനം നടക്കുന്നുണ്ട്. അപ്പോൾ സാങ്കേതികമായിട്ട് വേണമെങ്കിൽ വാദിക്കാം, SFIO അന്വേഷിക്കുന്നത് ഈ പറയുന്ന വലിയ അഴിമതിയാണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷനാണ്. എന്നാൽ ED എന്താണ് അന്വേഷിക്കുന്നത്? ED അന്വേഷിക്കുന്നത് PMLA ആണ്, കള്ളപ്പണം വെളുപ്പിക്കലാണ്. അതുകൊണ്ട് EDക്ക് ഇത് അന്വേഷിക്കാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ കണ്ടെത്തലാണ് ആദ്യം വരുന്നത്. എന്താണ് ആ കണ്ടെത്തൽ? സേവനം നൽകിയിട്ടില്ലാതെ പൈസ വാങ്ങിച്ചിരിക്കുന്നുവെന്ന്. അതിനുശേഷം പിന്നെ ROC ആണ് അന്വേഷിക്കുന്നത്. ROC അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ തന്നെ SFIO വന്നു. ഈ ROCയുടെ 3-അംഗ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 6 അംഗങ്ങളാക്കി SFIO വികസിപ്പിക്കുന്നു. എന്നിട്ട് അവർ 8 മാസം കൊണ്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. വേറെ ഒരു ഏജൻസിയും ഇതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനും നടത്താതെ ED അസ്യൂം ചെയ്യുകയാണ് PMLA ആക്ട് ബാധകമാണ് എന്ന്. ഇപ്പോൾ കരുവന്നൂർ കേസിൽ ED വന്നു. കരുവന്നൂർ കേസിൽ EDക്ക് വരാം. കാരണം എന്ന് വെച്ചാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ 103 കോടിയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അതിൽ കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ട് എന്നൊരു ക്ലോസ് വരുന്നതോടുകൂടി പ്രൊസീഡ്സ് ഓഫ് ക്രൈമായി. അതിൽ പിടിച്ചുകൊണ്ടാണ് ED എൻട്രി ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ SFIO എന്ത് കാര്യമാണ് സ്ഥാപിക്കേണ്ടത്? 3 കാര്യങ്ങൾ സ്ഥാപിക്കണം. ഒന്ന്, CMRL 135 കോടിയുടെ വലിയ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് സ്ഥാപിക്കണം, അല്ലെങ്കിൽ നടത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കണം. KSIDC ഇതിനെല്ലാം ഒത്താശ ചെയ്തു എന്ന് സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഒത്താശ ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കണം.
എക്സാലോജിക്ക് ഈ സേവനം കൊടുത്തിട്ടാണ് ഈ പണം വാങ്ങിച്ചതെന്ന് സ്ഥാപിക്കണം, അല്ലെങ്കിൽ പണം കൊടുത്തിട്ടില്ല, അല്ല സേവനം കൊടുക്കാതെയാണ് പണം വാങ്ങിച്ചതെന്ന് സ്ഥാപിക്കണം. ഈ 3 കാര്യങ്ങൾ അന്വേഷിച്ച് സ്ഥാപിക്കുകയോ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ SFIOയ്ക്ക് ഇത്തരത്തിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യം വരികയോ ചെയ്താൽ മാത്രമാണ് EDക്ക് എൻട്രി ചെയ്യാൻ കഴിയുക. ED ഇവിടെ ഇത് നേരെ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് PMLA ആക്ട് ഇതിന് ബാധകമാണെന്ന്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ED ഇങ്ങോട്ട് വരുന്നത് ഇതിനപ്പുറത്തൊരു പൊളിറ്റിക്കൽ ടൂളാണ് എന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ED ഇപ്പോൾ വരുന്നതിന് സാങ്കേതികമായ ന്യായീകരണങ്ങളില്ല, നിയമപരമായ ന്യായീകരണങ്ങളില്ല. പിന്നെന്താണ് അതിനകത്തെ കാര്യം? അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ ഉപകരണമായി ED ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇനി ഇതിൻ്റെ മേലിൽ ED ആക്ട് ചെയ്ത് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക, ആളുകളെ സമ്മൺ ചെയ്യുന്നു, വേണമെങ്കിൽ ഡീറ്റെയിൻ ചെയ്യുന്നു. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. 2018 ജൂണിൽ ഷോമാ സെൻ എന്ന് പറയുന്ന നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയെ ഭീമ കൊറാഗാവ് കേസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൻ ചെയ്തു, കസ്റ്റഡിയിലെടുത്തു 2018. 2024 മാർച്ച് 18, അതായത് ഈ മാസം 7 ദിവസം മുമ്പ് അവർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഈ 6 വർഷക്കാലം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ചൂണ്ടിക്കാട്ടി തനിക്ക് ജാമ്യം നൽകണമെന്ന് അവർ നിരന്തരം വിവിധ കോടതികളിൽ അപേക്ഷിച്ചു. എല്ലാ കോടതിയിലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA അവരുടെ ജാമ്യത്തെ ശക്തിയുക്തം എതിർത്തു. ഈ ഒരാഴ്ച മുമ്പ് അവരുടെ ജാമ്യത്തെ അനുകൂലിച്ചുകൊണ്ട് NIA പറഞ്ഞത് ഇനി ഇവരെ വിടാം, ഞങ്ങളുടെ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ്. ഒരാൾ 6 വർഷം ജയിലിൽ കിടന്നു, ആരും ഇവിടെ ചോദിക്കാനില്ല. ED ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ടല്ലോ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു. അയാൾ എത്ര കാലം ആ ജയിലിൽ കിടക്കും എന്ന് നമുക്കറിയില്ല. ഇനി ED ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല. ഒരു മനുഷ്യന് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ EDയുടെ പിടിയിലായി കഴിഞ്ഞാൽ, ജയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ചോദിക്കാൻ ഒരു സാഹചര്യവും ഇന്ത്യയിലില്ല എന്നുള്ളത് വളരെ അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ജസ്റ്റിസ് ഉണ്ട്. അദ്ദേഹം 23-ാം തീയതി, കഴിഞ്ഞ 4 ദിവസം മുമ്പ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഒരാളുടെ പുസ്തകം, ഒരു അഭിഭാഷകൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് ഭൂയാൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: PMLA ഈസ് ലൈക്ക് എ ഹോട്ട് പൊട്ടറ്റോ. അതൊരു വളരെ ഗംഭീരമായ വിഷയമാണ്. ഇഫ് ഇറ്റ് ഈസ് ഓവർ എക്സ്പോസ്ഡ്, ഓവർ അപ്ലൈഡ് ഓർ മിസ്യൂസ്ഡ്, there may be a negative perception about the actions of the enforcement directorate. അതായത് ഇതൊരു ബേണിംഗ് ഇഷ്യൂ ആണ്. അവർ ഓവർ എക്സ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയോ ഓവർ യൂസ് ചെയ്യപ്പെടുകയോ ചെയ്താൽ രാജ്യത്ത് ആ ഏജൻസിയെക്കുറിച്ച് നെഗറ്റീവായൊരു ധാരണയുണ്ടാകുമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള ഉജ്ജൽ ഭൂയാനാണ്. എന്തുകൊണ്ടാണ് ഉജ്ജൽ ഭൂയാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയല്ലേ. അദ്ദേഹം ഇങ്ങനെ പറയേണ്ടി വരുന്നതിനൊരു രാഷ്ട്രീയ ദേശീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നിയമവിദഗ്ധൻ, നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ജസ്റ്റിസ് പറയുന്നു ഇത് അപകടകരമാണ് എന്ന്. സത്യത്തിൽ അദ്ദേഹം അത് വളരെ പൊതിഞ്ഞു വെച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ പറച്ചിലിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ED ഒരു രാഷ്ട്രീയ ഉപകരണമാവുകയും എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ED വരട്ടെ എന്ന നിലപാടെടുക്കുകയും ചെയ്യാൻ കഴിയില്ല നമുക്ക്. കാരണം ഈ 2 നിലപാടുകളുമായി ഒരു വിഷയത്തെ സമീപിക്കാൻ കഴിയില്ല. ED ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ സാങ്കേതികമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. EDക്ക് ഒരു ഏതാ പറയുക, ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ നിയമ സംവിധാനത്തിനകത്ത് നിയമം പറയുന്ന ചട്ടപ്രകാരം EDക്ക് എൻട്രി ചെയ്യാൻ ഒരു സ്കോപ്പുമില്ലാത്തൊരു സ്ഥലത്ത് ED എൻട്രി ചെയ്തിരിക്കുമ്പോൾ നാളെ അവർക്ക് ആരോടും ഉത്തരവാദിത്വം പറയാതെ തന്നെ ഇത് പിൻവാങ്ങുകയും ചെയ്യാം. അങ്ങനെ പിൻവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതായത് ഈ സമയത്തിനിടയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വലുതാണ്. അതിന് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ ആ രീതിയിൽ EDയെ ഇവിടെ കൊണ്ടുവന്ന് ഒരു പുതിയ രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഒരു കാരണവശാലും EDക്ക് എൻട്രി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. ആ കേസ് ഉണ്ട്, ആ കേസ് അന്വേഷിക്കപ്പെടുന്നുമുണ്ട്. ആ അന്വേഷണം പൂർത്തിയാകട്ടെ, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് EDക്ക് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ആ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് അത് വരട്ടെ. അല്ലാത്ത ഒരു സംവിധാനത്തിൽ ED വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയമായ പകപോക്കൽ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. Meet the editors.